പാർട്ടിയുടെ വിശ്വസ്തരാണ് എങ്കിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പാർട്ടി തന്നെ നിലനിർത്തുക എന്നുള്ള രീതിയാണ്. ജയിലുകൾക്കുള്ളിൽ കഴിയുന്ന കള്ളന്മാരിൽ പകുതിയിലധികവും അല്ല മുക്കാലിലധികവും നാട്ടിലിറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ പോലീസ് കേസെടുക്കണം, വിജിലൻസ് കേസെടുക്കും, അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അങ്ങനെയൊക്കെയാണ് നിയമം. താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജി സുധാകരനെ പോലത്തെ ആൾക്കാരെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്താൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ കുറച്ചു കാലം കണ്ടത്. നമസ്കാരം, വൈറ്റ് സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, നമ്മളുടെ ഈ കട്ട മുതൽ തിരിച്ചു കൊടുത്തിയാൽ ആ കുറ്റമല്ലാതാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അത് കളവ് മുതൽ തിരിച്ചു കൊടുത്തിട്ട് ഒരു ക്ഷമയൊക്കെ പറഞ്ഞാൽ ആ ഒരു കുറ്റം അവിടെ ഇല്ലാതാവുകയാണെങ്കിൽ കേരളത്തിലെ ജയിലുകൾക്കുള്ളിൽ കഴിയുന്ന കള്ളന്മാരിൽ പകുതിയിലധികവും അല്ല മുക്കാലിലധികവും നാട്ടിലിറങ്ങേണ്ട സമയം കഴിഞ്ഞു. കോഴിക്കോട് 22 ലക്ഷം രൂപ PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രമോദ് കൂട്ടുളി ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്ന് കൈപ്പറ്റുന്നു. അവർക്ക് PSC മെമ്പർ ആവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഈ PSC മെമ്പർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ആള് അവർ സഖാവരായിരുന്നു, അവർ പാർട്ടിയെ സമീപിക്കുന്നു. അപ്പോഴതൊരു പരാതിയായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു, അതൊരു വാർത്തയായി മാറുകയുണ്ടായി. പക്ഷേ ഇന്നലെ നമ്മൾ കാണുന്ന സംഭവം എന്താണ്? ഈ PSC അംഗമാകാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ഭർത്താവ് തന്നെ വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പണം തിരികെ ലഭിച്ചിരിക്കുന്നു, പ്രശ്നമെല്ലാം സോൾവ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അത് കോംപ്ലിമെന്റ് ആയിരിക്കുന്നു കോംപ്ലിമെന്റ്സ് ആക്കി പറഞ്ഞാൽ ആക്കിയിരിക്കുന്നു. ഇത് ശരിക്കും ഈ പാർട്ടിയുടെ പോക്കിതെങ്ങോട്ടാണ്? ഈ കട്ട മുതൽ തിരിച്ചു കൊടുത്താൽ അത് വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന കൈക്കൂലി വാങ്ങിയ പണം. ഇവിടെ കൊടുത്തയാളും പ്രതിയാണ്, വാങ്ങിയയാളും പ്രതിയാണ്. പക്ഷേ ഇപ്പം രണ്ടുപേരും മാന്യന്മാരാകുന്നൊരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് പാർട്ടിക്കും സർക്കാരിനും ഗുണകരമല്ല. അത് കൂടാണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരോടുള്ളൊരു വെല്ലുവിളി കൂടിയാണിത്. നമ്മൾ കാണേണ്ടത് ഇപ്പം പഴയ കാലത്തൊക്കെ രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് രാജാക്കന്മാർ തന്നെ ഇത്തരത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് കുറ്റസമ്മതിക്കുകയും പശ്ചാത്താപം നടത്തുകയും കട്ട മുതൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാജാവ് തന്നെ മാപ്പ് കൊടുത്ത് വിട്ടയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ CPM ഇപ്പോൾ അനുവർത്തിച്ചു വരുന്ന ഒരു രാജനീതിയാണ്. കാരണം രാജനീതി എന്താന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ ഉള്ള സർക്കാരിൻ്റെ നിയമങ്ങളും ഒക്കെ വേറെയാണ്. ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ പോലീസ് കേസെടുക്കണം, വിജിലൻസ് കേസെടുക്കും, അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അങ്ങനെയൊക്കെയാണ് നിയമം. പക്ഷേ CPM നേതാക്കന്മാരും അല്ലെങ്കിൽ CPMൻ്റെ അനുഭാവികളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഈ സംഘത്തിൽപ്പെടുന്ന ആളുകളൊക്കെ പ്രതിയാകുന്ന സമയത്ത് പരമാവധി അവരെ രക്ഷിച്ചു നിർത്താൻ വേണ്ടിയ ശ്രമങ്ങളാണ് എല്ലാ കാലത്തും. അതെ, അപ്പോൾ അതുകൊണ്ടാണ് കരിവണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലും ഇതേ തരത്തിൽ തന്നെ വലിയ അഴിമതി നടന്നു എന്ന് പാർട്ടി ഒരു ദിവസം കൊണ്ടോ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 വർഷം മുന്നേ അല്ല തിരിച്ചറിഞ്ഞത്, 5-6 വർഷം മുന്നേ പാർട്ടി തിരിച്ചറിയുകയും ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെയൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് പാർട്ടി അന്നും അനുവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സുരേഷ് എന്ന് പറഞ്ഞ ഒരു പഴയകാല പാർട്ടി പ്രവർത്തകനാണ്. ഈ ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്കും പരാതി കൊടുക്കുകയും അതിനുവേണ്ടി വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയത്. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? സുരേഷിനെതിരെ പാർട്ടി നീങ്ങുകയും അവസാനം അദ്ദേഹം CPM വിട്ടിട്ട് BJPയിൽ ചേക്കേറുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നെ കരിവണ്ണൂർ കേസിലുണ്ടായ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് അതായിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് 3 വർഷം മുന്നേ, ഏതാണ്ട് ഇതേ സമയത്താണ് കരിവണ്ണൂർ കേസ് വലിയ വാർത്തയായി പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നത്. അതിന് എത്രയോ മുന്നേ തന്നെ അവിടെ വലിയ രീതിയിലുള്ള കളവും മോഷണവും വലിയ രീതിയിൽ അടിച്ചുമാറ്റലൊക്കെ നടന്നു പാർട്ടിക്ക് അറിയാമായിരുന്നു. ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ട്. ഇപ്പോൾ കട്ട മുതൽ തിരിച്ചെടുക്കൽ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീ പീഡന കേസുകളൊക്കെ പല സംഭവങ്ങളും ഈ പാർട്ടിയിൽ ഉന്നയിക്കപ്പെട്ടപ്പോഴൊക്കെ അതിൽ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും, ഇപ്പോൾ പാലക്കാട് നമുക്കറിയാം ഇദ്ദേഹത്തിനെതിരെ PK ശശിക്കെതിരെ ഉണ്ടായ ആരോപണത്തിൽ ഒരു വനിതാ നേതാവ് കൊടുത്ത പരാതിയിൽ അവർ വലിയ രീതിയിൽ വലിയ വാർത്തയൊക്കെ ആയെങ്കിൽ പോലും പാലക്കാട്ടെ പാർട്ടിയിൽ വലിയ വിഭാഗീയതയിലൊക്കെ നീങ്ങിയെങ്കിൽ പോലും അവിടെ നടന്ന അന്വേഷണത്തിൽ PK ശ്രീമതിയൊക്കെ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു. തീവ്രത കുറഞ്ഞ പീഡനം, അതെ, തീവ്രത കുറഞ്ഞ പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തന്നെ ഈ കണ്ണൂരിലെ ശശിക്കെതിരെയും, അതായത് P ശശിക്കെതിരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള എല്ലാ ചുമതലകളും ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അതേ ലെവലിൽ തന്നെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരിക്കേണ്ട P
ശശി പിന്നീട് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാവുകയും അദ്ദേഹം വെറും ഒരു അഭിഭാഷകനായിട്ട് തലശ്ശേരി ജില്ലാ കോടതിയിൽ ഒരു അഭിഭാഷകനായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് അദ്ദേഹം അതേപോലെ വീണ്ടും തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ എത്തുകയും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ചലിപ്പിക്കുന്ന വലിയ ചാലക ശക്തിയായിട്ട് മാറുന്ന ചിത്രം നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ പാർട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ടിയുടെ വിശ്വസ്തരാണ് എങ്കിൽ എന്ത് സംഭവിച്ചാലും അതൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പാർട്ടി തന്നെ നിലനിർത്തുക എന്നുള്ള രീതിയാണ്. അതേസമയം പാർട്ടി നേതാക്കന്മാർക്ക് അനഭിമതനാണെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് പോലും പാർട്ടി ശിക്ഷിച്ച് അദ്ദേഹത്തിന് പുറത്തുകളയും ചെയ്യും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, കോഴിക്കോട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസമാണ് ഈ കോഴിക്കോട് നടക്കുന്നത്. അതുപോലെ CPM കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലമായി നിലനിൽക്കുന്ന ഗ്രൂപ്പിസം ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അവിടുത്തെ നേരത്തെ ഈ LDF-ന്റെ CPM സ്ഥാനാർത്ഥിയായിരുന്ന പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്ന എളമരം കരീം എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം നേരത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ കിനാലൂർ എസ്റ്റേറ്റിൽ ഇരുമ്പ് ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവർ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കിനാലൂരിലുള്ള വ്യവസായ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ബിനാമി ഇടപാടിൽ അതൊരു കാര്യം നമ്മുടെ ഈ എളമരം കരീമും മുഹമ്മദ് റിയാസും രണ്ട് പക്ഷത്താണ്. അതാണ് അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉള്ള രണ്ട് തർക്കങ്ങളാണ് അവിടെ. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആളാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആരോപണം. നിരവധിയായ ക്വാറികൾ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങൾ ഒക്കെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒക്കെ നിയന്ത്രിക്കുന്നത് എളമരം കരീമാണെന്ന് പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം. നമുക്കറിയാം ഇപ്പം കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈനുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത് ആരെയാണ്? എളമരം കരീമൻ കമ്മീഷനായിരുന്നു, ഏകാംഗ കമ്മീഷനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് നടത്തുന്ന വലിയ രീതിയിലുള്ള ഇടപാടുകളും കോടികളുടെ ഇടപാടുകളും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് 5 കോടിയുടെ ഇടപാട് മാത്രമാണ് അല്ലെങ്കിൽ ആസ്തിയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണുമ്പം അവിടെ ഓരോ നേതാക്കന്മാരും 5-10 കോടി രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാണുമ്പോഴാണ് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ആരോപണം ഉണ്ടായി. രണ്ടാമതുണ്ടായ ആരോപണത്തിലാണ് പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്നും ഈ ഏരിയ സെക്രട്ടറി സ്ഥാനത്തൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം ഉണ്ടാവുകയും ഇതിലെല്ലാം അന്വേഷണ കമ്മീഷൻ വെക്കുകയും അന്വേഷണ കമ്മീഷന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും, താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജി സുധാകരനെ പോലത്തെ ആൾക്കാരെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്താൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ കുറച്ചു കാലം കണ്ടുവെക്കുന്നത്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം പറയാം. ഇപ്പം കണ്ണൂരിലുണ്ടായ ആരോപണം എന്താണ്? സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രഖ്യാപിത ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും അവിടുത്തെ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ വിഷയങ്ങളല്ല. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കണ്ണൂരിൽ ബന്ധപ്പെട്ടുള്ള വലിയ കൊട്ടേഷൻ മാഫിയ പ്രവർത്തിക്കുന്നു. ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി എന്ന് പറഞ്ഞ പോലെയുള്ള വലിയൊരു സംഘം അവിടെ പ്രവർത്തിക്കുന്നു. ഈ സംഘത്തിന് പൂർണ്ണമായി സപ്പോർട്ട് നൽകുന്നത് P ജയരാജനാണ്. അവരുടെ നേതാവായി നിൽക്കുന്നത് P ജയരാജന്റെ മകനാണ് എന്ന് പറഞ്ഞുള്ള വലിയ ആരോപണം മനു തോമസ് ഉന്നയിച്ചത്. പാർട്ടി വ്യക്തമായി മറുപടി പറഞ്ഞിട്ടില്ല. ഈ സമാനമായ സംഭവമാണ് ഇപ്പൊ കോഴിക്കോട് ഈ സംഭവം ഇപ്പോൾ ഒതുങ്ങിക്കഴിഞ്ഞത്. കാരണം അത് അവസാനിച്ചു, കൊടുത്തവർക്കും വാങ്ങിയവർക്കും. ഇതുപോലെ തന്നെയാണ് മനു തോമസ് അവിടെ വരുന്നു, ഒരു ആരോപണം ഉന്നയിക്കുന്നു, P ജയരാജൻ അതിന് മറുപടിയുമായിട്ട് വരുന്നു, വെട്ടിലാവുന്നു. അതിനുശേഷം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളോ മുന്നോട്ടുള്ള നടപടികളോ ഒന്നും പാർട്ടിക്കകത്തുമില്ല. ഈ പാർട്ടി തെറ്റുതിരുത്തും ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ P ജയരാജനെതിരെയോ P ജയരാജനെതിരെയോ ഈ പറയുന്ന ഇപ്പോ കോഴിക്കോട് ഈ കരീമിനെതിരെയൊന്നും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാർട്ടിക്ക് പെട്ടെന്ന് പറ്റില്ലെന്ന്. അതായത് ഈ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസ് ഒന്നും വന്ന റൂട്ടിലൂടെ വന്ന ആളല്ല എളമരം കരീമും അതായത് CIT പ്രസ്ഥാനവുമായി പറഞ്ഞ് വർഗ ബഹുജന സംഘടനകളിലൂടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ വന്ന ആളാണ്. അതുകൊണ്ട് ഒരു ദിവസം 2 ദിവസം കൊണ്ട് വന്നൊരാൾ പോലെയല്ല എളമരം കരീമെന്നും. എളമരം കരീമിന് 2 മുഖമുണ്ട്. അതായത് വലിയ ജനകീയനായ ഒരു തൊഴിലാളി നേതാവിൻ്റെ ഒരു മുഖമുണ്ട്. പിന്നീട് അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി ആയതിനു ശേഷം മറ്റൊരു മുഖമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം വ്യവസായികളുടെയും മറ്റു റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെയും ആളായി മാറുന്നത് ഈ മന്ത്രി ആയതിനു ശേഷമാണെന്നാണ് കോഴിക്കോട്ടുകാരായ പാർട്ടി പ്രവർത്തകർ നിരീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ CIT-ന്റെ ദേശീയ ചുമതല വഹിക്കുന്ന ആളാണ്, മുൻ രാജ്യസഭ അംഗം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പ്രത്യേകതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു സുപ്രഭാതത്തിൽ ഈ എളമരം കരീമിനെതിരെ ഈ പാർട്ടിയിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റില്ല. അതിന് വേറെയും കാരണമുണ്ട്. അതായത് ഇതിൽ ഈ മുഹമ്മദ് റിയാസും എളമരം കരീമും തമ്മിലുള്ള ഈ വടംവലിക്ക് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടും ന്യൂനപക്ഷ പ്രതിനിധികളാണെന്നും അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ശക്തനായ ന്യൂനപക്ഷ നേതാവ് എന്നുള്ള വലിയൊരു പ്രശ്നം കൂടിയാണ് അവിടെ ഉള്ളത്. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിന്റെ വരവോട് കൂടിയാണ് ഈ എളമരം കരീമിന് കാലാകാലമായി കിട്ടിയിരുന്ന വലിയ രീതിയിലുള്ള സ്വീകാര്യതയ്ക്ക് എവിടെയോ കുറവ് വന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്ന കോഴിക്കോടിൽ മറ്റൊരു അധികാര കേന്ദ്രം രൂപപ്പെട്ടു എന്നുള്ളതാണ് CPM-നുള്ള ഒരു വലിയ വിഷയം. എളമരം കരീം തന്നെയാണല്ലോ അദ്ദേഹത്തെ MK രാഘവനുമായിട്ടുള്ള ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തി. വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അതിന് പിന്നീട് നമുക്കറിയാം മുൻ MLA അടുത്ത ശരിക്കും യുവജന നേതാവായിരുന്ന വളരെ ഏറ്റവും കൂടുതൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുണ്ടായിരുന്ന മറ്റൊരു നേതാവ് പ്രദീപ് കുമാറാണ്. നോക്കൂ, പ്രദീപ് കുമാർ എന്നുള്ള നേതാവ് യഥാർത്ഥത്തിൽ കോഴിക്കോട്ട് മാത്രം ഒതുങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹം മന്ത്രിയായില്ല. എന്തുകൊണ്ടും മന്ത്രിയൊക്കെ ആകാൻ യോഗ്യനായിരുന്ന പ്രദീപ് കുമാറിന്റെ പിന്നെ ചിത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവിടെ പ്രദീപ് കുമാറും തോറ്റു വന്ന ചിത്രം നമ്മൾ കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രദീപ് കുമാർ തോറ്റു. പിന്നീട് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് സീറ്റും കൊടുത്തില്ല, അദ്ദേഹം ഇല്ലാതായി. നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ മുഹമ്മദ് റിയാസ് കയറി വരുന്നത്. ഇത് സ്പേസ് ഉണ്ടാക്കി എടുക്കുക. നമ്മളിപ്പോ 5 ആൾ ഇരിക്കുന്ന ബെഞ്ചിൽ ഒരു കുട്ടിയെ കൂടി ഇരുത്തണമെങ്കിൽ ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തിങ്ങി വന്നാൽ മാത്രമേ അതിൽ ഒരാൾ പോവും. ഈ ഇവിടെ നിന്ന് ഒരു കുട്ടി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇങ്ങേ സൈഡിൽ നിന്ന് പോകുന്നില്ലാണ്, അവിടെ നിന്ന് എൻട്രി ചെയ്തിട്ട് ഇവിടുന്ന് ഒരു പോകും. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പ്രദീപ് കുമാർ ഇല്ലാതാവുന്നു. ഈ ആരോപണത്തോടുകൂടി യഥാർത്ഥത്തിൽ എളമരം കരീം ഇല്ലാതാവും. എളമരം കരീം എന്ന് പറഞ്ഞ നേതാവ് യഥാർത്ഥത്തിൽ നിഷ്പ്രഭനാവാൻ പോവുകയാണെന്നുള്ളതിന്റെ ചില സൂചനകൾ, ഫല സൂചനകളാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണണം. പാലക്കാട് ഉണ്ടായ വിഷയം എങ്ങനെയാണ് ഒത്തുതീർന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. 2 ഗ്രൂപ്പുകളെയും 2 രീതിയിൽ കൈകാര്യം ചെയ്തു. കണ്ണൂരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ജയരാജന്മാർ തമ്മിലുള്ള പോരാട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ചുപ്രഹോ എന്ന് പറഞ്ഞൊക്കെ 2 പേരോടും. അതുകൊണ്ട് ഇപ്പം അവിടെ ആരും പറഞ്ഞില്ല. പക്ഷെ CPM ഉയർത്തിവിട്ട ഈ ഗുണ്ടകൾ അവിടെ ഇപ്പോഴും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസം തന്നെ അനധികൃതമായി ലൈസൻസ് ഇല്ല, മറ്റ് രേഖകളിൽ ഒന്നുമില്ലാതെ റോഡ് ഷോ നടത്തിയതിന് ആകാശലങ്കരിയും സംഘങ്ങളും നമ്പർ പ്ലേറ്റ് ഒന്നുമില്ലാതെ വാഹനങ്ങൾ. അവിടെ KB ഗണേഷ് കുമാർ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഈ KB ഗണേഷ് കുമാർ അല്ലെങ്കിൽ വലിയ വലിയ ഡയലോഗുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. കാരണം സ്ക്രിപ്റ്റ് കൊടുത്തില്ല, അതുകൊണ്ടാണ്. സ്ക്രിപ്റ്റ് കൊടുത്താൽ മാത്രം ഡയലോഗ് പറയുന്ന നടനാണ് ഗണേഷ് കുമാർ എന്നുള്ളത് കൊണ്ട് AKG സെന്ററിന് എന്താണ് സ്ക്രിപ്റ്റ് എന്ന് ഇതുവരെ കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം അതിനെ കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് പോലും ഉണ്ടാകാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇവരുടെ വ്യാപ്തി വളരെ വിപുലമാണെന്നുള്ളതുകൊണ്ടാണ്. അത്രയും വലിയ ഗുണ്ട ടീമായിട്ട് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ തന്നെ വലിയ ഗുണ്ട ടീമായിട്ട് ഈ ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയ ഇവരുടെ പേരെ വരുന്നില്ലെങ്കിൽ പോലും ഇവരുടെ സംഗമം എന്ന് പറയുന്നത് വലിയ വിപുലമായ സംഘമാണ്. മലപ്പുറത്തായാലും ഈ വണ്ടിയുടെ ഉടമസ്ഥൻ മലപ്പുറത്താണ്. എങ്ങനെയാണ് ആകാശ് തില്ലങ്കേരിക്ക് ഈ വണ്ടി കയ്യിൽ കിട്ടിയെന്നുള്ള അന്വേഷിക്കണം. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? വിപുലമായ സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ പൊട്ടിക്കൽ സംഘം, ഗുണ്ടാ പ്രവർത്തനം, കൊട്ടേഷൻ ടീം, കൊലപാതക സംഘം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ടീമിന്റെ പ്രതിനിധികളാണ് ഇവർ എന്നുള്ള കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടാ ടീമിനെ കുറിച്ചാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഈ വണ്ടിയെ കുറിച്ച് മാത്രമല്ല, ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുണ്ടകൾ തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു കോക്കസ് രൂപപ്പെട്ട് കണ്ടിരിക്കുന്നത് നമ്മൾ ഇത് കാണേണ്ടതുണ്ട്. അവിടെ ഇതൊന്നും ചില്ലറ വേദനയല്ല. അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുന്ന സമയത്ത്. പത്തനംതിട്ടയിൽ 3 ദിവസം മുന്നേ മന്ത്രി വീണ ജോർജും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും മാലയിട്ട്, ചുവന്ന മാലയിട്ട് സ്വീകരിച്ച 60 പേരിൽ അന്ന് തന്നെ കാപ്പ കേസിൽ പ്രതിയുണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞെന്താണ്? അങ്ങനെ ഒരു കാപ്പ കേസ് പ്രതിയേ ഇല്ല എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഇന്നലെ കഞ്ചാവുമായി പിടിക്കപ്പെട്ടതിന് അവിടുത്തെ ഏരിയ സെക്രട്ടറി, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ആലപ്പുഴ ഏരിയ സെക്രട്ടറി പിന്നെ നമ്മുടെ അവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉന്നയിച്ച ആരോപണം എന്താണ്? അവർ സംഘികളായിരുന്നെന്നും സംഘ പ്രവർത്തകരായിരുന്ന അവർ BJP വിട്ട് വിപ്ലവ പാർട്ടിയിലേക്ക് വന്നതിന്റെ പ്രതികാരം എന്നുള്ള നിലയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഗൂഢാലോചനയാണ് ഇദ്ദേഹത്തിന്. എന്തൊക്കെ വിചിത്രമായ ന്യായങ്ങളാണ്. BJP ആണല്ലോ, സംഘികളാണല്ലോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ആളുകൾ കേൾക്കുന്നെന്ന് വിചാരിക്കാറ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണെന്ന് നരേന്ദ്രമോദിയാണ് ഇവരെ നിയന്ത്രിക്കുന്നത് തോന്നുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യന്റെ കയ്യിലിരിക്കുന്ന വകുപ്പിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് എക്സൈസുകാർ ഇദ്ദേഹത്തെ ഗൂഢാലോചന. എക്സൈസുകാർ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ട് ഈ പാർട്ടിയെ തകർക്കാൻ പറ്റുമോ? മാത്രം മിനിഞ്ഞാന്ന് മാത്രം ഈ പാർട്ടിയിലേക്ക് വന്നവർക്ക് വേണ്ടിയിട്ട് ഘോരം ബാധിക്കുന്ന ഏരിയ സെക്രട്ടറിനെ നമ്മൾ കണ്ടത് പത്തനംതിട്ടയിൽ. അതുകൊണ്ട് ഇതെങ്ങനെ എത്രത്തോളം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏരിയ സെക്രട്ടറി ഇന്നലെ BJP ചേർന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാന്നേ. അങ്ങോട്ട് കുറെ ആളെ കൊടുക്കുന്നു, ഇങ്ങോട്ട് കുറെ ആളെ വാങ്ങുന്നു. ഗുണ്ടകളെ ആവശ്യമുണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് പത്രപരസ്യം ചെയ്യുന്നതിന് പകരം
കുറച്ച് ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്യുന്നു, ലേലം വിളിച്ചെടുക്കുന്നു, എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് മെഴുകാണ് ന്യായീകരിച്ചിട്ട്. വീണ ജോർജ് സഭയെ തെറ്റിദ്ധരിപ്പിക്കലേ ഇത് കാപ്പ ചുമത്തപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എത്രത്തോളം വിചിത്രമാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഈ പാർട്ടി ഒരു ഭാഗത്ത് തെറ്റ് തിരുത്തും എന്ന് പറയുമ്പം നമ്മൾ മടലിൽ ചവിട്ടിയ പോലെയാ, തെങ്ങിന്റെ മടലിൽ ചവിട്ടിയ പോലത്തെ അവസ്ഥയിലാണ്. ഒരു ഭാഗം ചവിട്ടുമ്പോൾ ഭാഗം പൊങ്ങും, ഇപ്പുറത്തെ ചവിട്ടുമ്പോൾ ഈ ഭാഗം പൊങ്ങും എന്ന് പറഞ്ഞ് ഇതൊന്നും ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു ദിവസം കൊണ്ടല്ല, ഇത് മൊത്തത്തിൽ മോളിന്ന് വളഞ്ഞ് മോന്തായ മൊത്തം വളഞ്ഞ് 68 വളഞ്ഞ് ഇങ്ങനെ വളരെ മോശമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഭരണത്തിന്റെ സ്വാധീനത്തിൽ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഗുണ്ടകളും അഹങ്കാരികളും ആയിട്ടുള്ള വലിയൊരു സംഘം ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഒരു ദിവസം തെറ്റ് തിരുത്തുന്നു? സി സി എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തെറ്റ് തിരുത്തപ്പെടുവോ? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ CPM അതിന്റെ അവസാന ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ CPM അതിന്റെ അവസാന നാളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം തെറ്റ് തിരുത്തും എന്ന് സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ പറയുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ CPMനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല. കാരണം കുറ്റവാളികളെയും ഗുണ്ടകളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള CPMന്റെ പ്രവർത്തനം അത് കമ്മ്യൂണിസത്തിന് യോജിച്ചതല്ല, ഇവിടുത്തെ സഖാക്കൾക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുവാൻ ഇനിയെങ്കിലും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും തയ്യാറായില്ല എങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.